The question: if Z is a standard normally distributed random variable, that is, Z is a standard normal variable, that means it is a normal variable with mean 0 and variance 1, then find the probability that the standard normal variable, is denoted by the letter Z, takes a value less than 1.6, greater than അങ്ങനെ സബ് ക്വസ്റ്റ്യൻസ് പറയുന്നുണ്ട്. ഞാൻ ഓരോന്നായിട്ട് പറയാം. ഫസ്റ്റ് വൺ, ലെസ് ദാൻ 1.6. തന്ന കാര്യങ്ങൾ ക്ലിയർ ആണ്. എന്താണ്? Z ഈസ് എ സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ. അതിനെങ്ങനെയല്ല റെപ്രസെന്റ് ചെയ്യുന്നത്? Z ഫോളോസ് n0 1. നെക്സ്റ്റ്, we have to find the probability that the standard normal variable takes value less than 0.1. അപ്പോൾ ഫസ്റ്റ് വൺ, Z probability of Z less than 1.6. This is what we have to find. Probability of Z less than 1.6. ഇനി ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്ന്, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഒന്ന് സ്റ്റാൻഡേർഡ് നോർമൽ കേർവ് പ്ലോട്ട് ചെയ്യുക. ഇതാണ് സ്റ്റാൻഡേർഡ് നോർമൽ കേർവ്. സെൻട്രൽ പോയിന്റ് എന്താ? Z equal to 0. ആക്ച്വലി പ്രോബബിലിറ്റി ഈസ് സെയിം അല്ലെ? പ്രോബബിലിറ്റി of a less than x less than b is actually integral a to b f of z dz. f of z എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് നോർമൽ കേർവ് ആണ്. സ്റ്റാൻഡേർഡ് നോർമൽ കേർവിന്റെ എ ടു ബി വരെയുള്ള ഏരിയ ആണെന്ത്? പ്രോബബിലിറ്റി. അതായത് പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു ഏരിയ അണ്ടർ സ്റ്റാൻഡേർഡ് നോർമൽ കേർവ് എന്നാണ്. അപ്പൊ പ്രോബബിലിറ്റി കാണാൻ എന്ത് കണ്ടാൽ മതി? ഏരിയ അണ്ടർ സ്റ്റാൻഡേർഡ് നോർമൽ കേർവ് കണ്ടാൽ മതി. അപ്പൊ ഈ ഏരിയ എന്ന് പറയുന്നത് ഏതാ? Z less than 1.6. സെൻട്രൽ പോയിന്റ് Z equal to 0 ആണ്. Z equal to 0ന്റെ റൈറ്റ് സൈഡിൽ പോസിറ്റീവ് വാല്യൂസും ലെഫ്റ്റ് സൈഡിൽ നെഗറ്റീവ് വാല്യൂസ് ആണ്. സപ്പോസ് ഇവിടെയാണ് ആ പോയിന്റ് Z equal to 1.6. അപ്പോ ഏതാണ് നമ്മുടെ ഏരിയ വരിക? രണ്ട് സൈഡ് കിട്ടും നമുക്ക്. ഒരെണ്ണം ഈ ഒരു സൈഡ്, ഒരെണ്ണം ഈ ഒരു സൈഡ്. അപ്പൊ ആക്ച്വലി നമ്മുടെ P of Z less than 1.6 വരുന്ന സൈഡ് ഏതാ? ഈ ബ്ലൂ മാർക്ക് ചെയ്ത സൈഡല്ലേ? 1.6ൽ താഴെ സെഡിന്റെ വാല്യൂ വരുന്നു അല്ലെ? ഓൾ ദ വാല്യൂ ഓഫ് ഓൾ സെഡ് വാല്യൂസ് ലെസ് ദാൻ 1.6. ആ ഒരു മീനിങ് ആണ്. ഓൾ സെഡ് ലെസ് ദാൻ 1.6. 1.6 താഴെയുള്ള എല്ലാ സെഡും, ദാറ്റ് മീൻസ് ഓൾ സെഡ് ഫ്രം -∞ to 1.6. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു, ഓക്കെ, ഈ വാല്യൂ പ്രോബബിലിറ്റി ഈ ഏരിയ കാണണം. ഇത് കാണണമെങ്കിൽ നിങ്ങൾ അതിനു മുമ്പ് ഒരു ടേബിൾ നിങ്ങൾക്ക് ഫെമിലിയർ ആക്കി തരാം. ദിസ് ഇസ് സ്റ്റാൻഡേർഡ് നോർമൽ കർവ് ടേബിൾ. ഇത് ആക്ച്വലി ഞാൻ പറഞ്ഞു സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിളിൽ അതിന്റെ കറക്റ്റ് ആയിട്ടുണ്ട്. ഞാനിതൊരു ടെക്സ്റ്റിന്റെ സ്ക്രീൻഷോട്ട് എടുത്തതാണ്. ആ സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിളിന്റെ മുകൾ ഭാഗത്ത് ഇതാ ഇതുപോലെ ഒരു കേർവ് വരച്ചിട്ടുണ്ടാവും. സ്റ്റാൻഡേർഡ് നോർമൽ കേർവ് ഇതുപോലെ. എന്നിട്ട് ഒരു റീജിയൻ ഡാർക്കൺ ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് നോക്കാം സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിളിന്റെ ഒരു പേജിൽ ഇങ്ങനെ ഡാർക്കൺ ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് ഇവിടെ 0 എന്നും ഇവിടെ Z എന്നും മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അതായത് ഇവിടെ ഞാൻ ചെയ്ത പോലെ ദിസ് ഈസ് 0 Z, എന്നിട്ട് ഈ 0 മുതൽ Z വരെയുള്ള ഇതില്ലേ, ഇതിനെ ഡാർക്കൺ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു ഏരിയ ആണ് തന്നത് എന്നുള്ള മീനിങ് ആണ്. അതായത് 0 to Z, സം Z. ആ Z ക്യാൻ ബി എനി വാല്യൂ. സെഡിന്റെ വാല്യൂസ് ആണ്. സ്ക്രീൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സെഡിന്റെ ഇവിടെയുള്ള ഫസ്റ്റ് വാല്യൂ 0.0, 0.1, 0.2, 0.3, 0.4, 0.5 ഇങ്ങനെ പോകുന്നു. ഇനി സെഡിന്റെ ഇത് വാല്യൂ എങ്കിൽ അവിടെ സെഡിന് കറസ്പോണ്ടിങ് ആയിട്ട് വീണ്ടും ഇത്രയും വാല്യൂസ് ഉണ്ട്. 0.1ന് കറസ്പോണ്ടിങ് ആയിട്ട് ഇത്രയും വാല്യൂസ് ഉണ്ട്. അപ്പോ സപ്പോസ് ഇതാണ് 0.0438 ആണ് നമ്മുടെ ഒരു വാല്യൂ എന്ന് വിചാരിക്കുക. അപ്പൊ കറസ്പോണ്ടിങ് സെഡ് വരുന്നത് 0.1 എന്നുള്ളതിന് ആ റോയാണ്, 0.1ന്റെ റോയാണ്. അപ്പൊ 0.1 തന്നെ എന്തൊക്കെ വരാം? 0.10 വരാം, 0.11, 0.12, 0.13. ആ സ്പ്ലിറ്റിംഗ് ആണിത്. 0.1ലെ ഫസ്റ്റ് വൺ 0.10, സെക്കൻഡ് വൺ 0.11, ദിസ് ഇസ് 0.12, ദിസ് ഇസ് 0.13,
0.14. അപ്പോൾ ജസ്റ്റ് ഞാനിതാ ഈ ഒരു വാല്യൂ എടുക്കുന്നത് 0.2673. അതിന് ഏതൊക്കെ വരുന്നത് 0.7 and 3. അപ്പോൾ 0.73. ഇനി ഈ ഒരു വാല്യൂ ആണ്. ഇതിലിവിടെ വരുന്നത് എന്താ 1.6 റോയിൽ വരും, കോളത്തിൽ 5. അപ്പോൾ 1.65. അപ്പോൾ 0 മുതൽ 0 to 1.65 വരെയുള്ള ഏരിയ ആണ് എന്ത് 0.4505. ഇനി suppose we have to find this area. This is 0, this is 1.2. ഇങ്ങനെ കാണാം 0 മുതൽ 1.2 വരെ. അപ്പോൾ 1.2 എവിടെ വരും? This one 1.2. 1.2 is 1.20 this area. അപ്പോൾ 0.3849. 0.3849 വരും. ഇനി ഒരെണ്ണം 1.26 ആണെങ്കിലോ 1.2ൽ 6. അപ്പോൾ ഇത് വരും 0.3962. 0.3962. അങ്ങനെ ഓരോരോ പ്രോബ്ലം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഓരോരോ പ്രോബ്ലം ചെയ്യുമ്പോൾ കുറേ വാല്യൂസ് കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ആ പ്രോബ്ലത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് ചെയ്യാം. ശ്രദ്ധിക്കേണ്ട കാര്യം 0 മുതൽ z വരെയുള്ള ഏരിയ ആണ്, -∞ to z വരെയുള്ള ഏരിയ അല്ല. അപ്പോൾ ഈ ടേബിളിൽ തരുന്നത് p of 0 less than z less than some z. ഞാനിവിടെ സ്മോൾ ലെറ്റർ എഴുതാൻ കാരണം നിങ്ങൾക്ക് ഈ രണ്ട് സെറ്റും കൺഫ്യൂഷൻ ആവണ്ട. ഇത് നമ്മുടെ നോർമൽ വേരിയബിൾ, ഇത് ഒരു ഫിക്സഡ്, അതായത് ഞാൻ z1 എഴുതിയത് ഈ വാല്യൂസിനെയാണ്. 0 മുതൽ z1 വരെയുള്ള ഏരിയ ആണ് ഈ ടേബിളിൽ തരുന്നത്. ഓക്കെ, ഫസ്റ്റ് പ്രോബ്ലം എന്തായിരുന്നു? ഇതാണ്. അപ്പോ p ഓഫ് z ലെസ് ദാൻ 1.6 ആണ് കാണേണ്ടത്. p ഓഫ് z ലെസ് ദാൻ 1.6 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ക്ലിയർ. എന്താണ് ഈ ഞാൻ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്തതിൽ ബ്ലൂ കളർ ഉള്ളതാണ് ആ ഏരിയ. ഇനി ഈ ഏരിയയെ നമുക്ക് ടേബിളിൽ -∞ to 1.6 വരെയുള്ള ഏരിയ അവൈലബിൾ അല്ല. ഫ്രം 0 to 1.6 വരെയുള്ള ഏരിയ കാണാം. 0 to 1.6 എങ്ങനെ കാണാം? ഈ ഒരു ഏരിയ 0 to 1.6 വരെയുള്ള ഏരിയ എന്താണ് ടേബിളിൽ നിന്ന് എങ്ങനെ കാണാം? z എന്ന് പറയുന്നത് 1.6 ആയാൽ, നിങ്ങൾ ആ ടേബിൾ നോക്കുക, 1.6 ആയാൽ ഏത് പോയിന്റ് ഏരിയ ആണ് വരിക? 1.6 എന്നേ ഉള്ളൂ. അപ്പോൾ 1.60 0.4452 വരും. ഈ ഏരിയ 0.4452 വരും. പക്ഷെ ഈ ഏരിയ അല്ല ആവശ്യം, ഇതിൽ താഴെയുണ്ട് അല്ലേ, ഇതിൽ ഇത്രയും ഉണ്ട്. ഈ ഏരിയ എന്തായിരിക്കും? By the property we know that area from -∞ to 0 is 0.5. അപ്പോൾ the total area can be written as 0.5 plus p of 0 less than z less than 1.6. This probability p of 0 less than z less than 1.6 is the area under the normal curve between 0 and 1.6. അത് ടേബിളിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 0.4452 ആണ്. ഈസി ആണല്ലോ. അപ്പോൾ ഇത് ആഡ് ചെയ്ത് 0.9452. ഓക്കെ, ഇനി അടുത്തത് എന്താ? ഗ്രേറ്റർ ദാൻ 2.31. അതും ഇതുപോലെ ഗ്രാഫിക്കലി ഒന്ന് റെപ്രസെന്റ് ചെയ്യാം. ഇങ്ങനെ പ്രോബബിലിറ്റി ഓഫ് z ഗ്രേറ്റർ ദാൻ 2.31 എന്ന് വെച്ചാൽ എന്തോരും വെച്ചാൽ ദിസ് ഇസ് z ഈക്വൽ ടു 0, ദിസ് ഇസ് സം 2.31, ഓൾ z ഗ്രേറ്റർ ദാൻ 2.31. അപ്പൊ ഈ ഒരു ഏരിയ ആണ് വരിക. ഈ ഒരു ഏരിയ ഡയറക്റ്റ് ടേബിളിൽ നിന്ന് കാണാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യണം? പക്ഷെ ഇത് കാണാൻ ഒരു ട്രിക്ക് ഉണ്ട്. എന്താ? ഈ ഒരു ഏരിയ, അതായത് 0 to we have to find the area from 2.31 to infinity. That area or required area is equal to area from 0 to infinity minus area from 0 to 2.31. അങ്ങനെ എഴുതാവല്ലോ. So this is equal to area from 0 to infinity is 0.5 minus probability of 0 less than z less than 2.31. Probability is same as area. Probability എന്ന് പറയുന്നത് ആക്ച്വലി ഏരിയ ആണ്. p of 0 less than z less than 2.31. ടേബിൾ നോക്കൂ, 2.3ല് 1. അപ്പോൾ ഇത് വരും 0.4896. 0.4896 വാല്യൂ കാണൂ. ഇനി
തേർഡ് വൺ എന്താ? ബിറ്റ്വീൻ 1.6 ആൻഡ് 2.31. ബിറ്റ്വീൻ 1.6 ആൻഡ് ഓക്കെ, അതുകൊണ്ട് എഴുതേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യും. അതിന് ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്താൽ എങ്ങനെ വരും? 2 പോയിന്റ് സൈഡില് 1.6 ആൻഡ് 2.31. അപ്പോൾ നിങ്ങൾ റൈറ്റ് സൈഡിൽ വരച്ച് പോയാൽ മതി, ലെഫ്റ്റ് സൈഡിൽ എഴുതുക. അപ്പോൾ P of 1.6 ലെസ് ദാൻ Z ലെസ് ദാൻ 2.31 ഇങ്ങനെ വരും. Z ഇവിടെ സം 1.6, ഇവിടെ സം 2.31. ഈ ഒരു ഏരിയ, അതാണ് ഈ പ്രോബബിലിറ്റി ഇക്വലന്റ് ആയിട്ടുള്ളത്. അപ്പോൾ ആ ഏരിയ ഡയറക്റ്റ് ടേബിളിൽ നിന്ന് കാണാൻ പറ്റില്ല, അതായത് 1.6നും 2.31ന്റെയും ഇടയിലെ ഏരിയ. പക്ഷെ അത് കാണാൻ ഒരു ട്രിക്ക് യൂസ് ചെയ്യുക. എന്താ? 0 മുതൽ 2.31 വരെയുള്ള ഏരിയ, ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഫ്രം 0 to 2.31 മൈനസ് പ്രോബബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ Z ലെസ് ദാൻ 1.6. ഓർ ഏറ്റവും സിമ്പിളായി പറഞ്ഞാൽ ഈ ഒരു ഏരിയ മൈനസ് ഈ ഒരു ഏരിയ, 0 മുതൽ 2.31 വരെയുള്ള ഏരിയ മൈനസ് 0 മുതൽ 1.6 വരെയുള്ള ഏരിയ. അത് രണ്ടും കാണാലോ. 2.31 വരെയുള്ളത് നമ്മൾ ഓൾറെഡി കണ്ടതാണ്, 0.4896. ഇനി 1.6ന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് 0.4452 മൈനസ് ചെയ്യുക, ആൻസർ ചെയ്യുക. ഇനി ഇങ്ങനെ തന്നെ എല്ലാം വരുന്നത് ആ ഒരു റീജിയൻ ഐഡന്റിഫിക്കേഷനും പിന്നെ എങ്ങനെയാണ് നമ്മുടെ ടേബിളാർ വാല്യൂ ആയിട്ട് അതിനെ കോറിലേറ്റ് ചെയ്യുന്നത്, അത് മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ. ഇനി ഫോർത്ത് വൺ, പ്രോബബിലിറ്റി ഓഫ് Z ലെസ് ദാൻ -1.81. നോക്കൂ, എന്താ? Z ഈക്വൽ ടു 0 സെൻട്രൽ വാല്യൂ, -1.81 അത് Z ഈക്വൽ ടു 0ന്റെ ലെഫ്റ്റ് സൈഡിലായിരിക്കും. അതൊന്ന് നോട്ട് ചെയ്യണം. ലെസ് ദാൻ, ഓൾ Z ലെസ് ദാൻ 1.81 മീൻസ് ദിസ് ഏരിയ അല്ലെ, -1.81നെക്കാളും താഴെ. അപ്പൊ ഈ ഒരു ഏരിയ ആണ്. പക്ഷേ ഈ ഏരിയ ടേബിളിൽ നിന്ന് കാണാൻ പറ്റുമോ? പറ്റില്ല, ഡയറക്റ്റ് കാണാൻ പറ്റില്ല. പക്ഷേ എങ്ങനെ കാണാം? ഈ ഒരു ഏരിയ, that is -∞ to 0 വരെയുള്ള ഏരിയ, അത് എത്രയാ? 0.5 മൈനസ് പ്രോബബിലിറ്റി ഓഫ് ഏരിയ ഫ്രം -1.81 to 0. ഈ ഒരു ഏരിയക്ക് ഈക്വൽ അല്ലേ? അതായത് -∞ to 0 വരെയുള്ള ഏരിയ മൈനസ് -1.81 to 0 വരെയുള്ള ഏരിയ. ഈ -1.81 to 0 ആ ഒരു ഏരിയ എന്തിന് ഈക്വൽ ആണ്? ഇത് -1.81, ഇത് ഇവിടെ +1.81. ഞാനിപ്പോ ഈ മാർക്ക് ചെയ്തതും ഇത് 1.81 -1.81 ഈ ഒരു ഏരിയയും ഈക്വൽ ആയിരിക്കും. അതായത് Z ഈക്വൽ ടു 0 മുതൽ -1.81 വരെയുള്ള ഏരിയ ഈസ് ഈക്വൽ ടു 0 to +1.81 വരെയുള്ള ഏരിയ, ബിക്കോസ് ഇറ്റ് ഈസ് സിമെട്രിക് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് P of 0 ലെസ് ദാൻ Z ലെസ് ദാൻ 1.81. ഇത് രണ്ട് ഈക്വലന്റ് ആണ്. അപ്പോൾ ദിസ് 1.5 മൈനസ് 1.81 എന്താ വരിക? 0.464. ഓക്കെ ആണ്. ഇതുപോലെ കംപ്ലീറ്റ് കേസ് നിങ്ങൾ ട്രൈ ചെയ്യുക. കംപ്ലീറ്റ് പറഞ്ഞാൽ ഇത് മാത്രമേ. ഗ്രേറ്റർ ദാൻ 2.8 എന്ന് പറയുന്നത് എന്ത് വരും? -2.8 ഇത് വരും. അവിടെ എന്ത് വരും? 0.5 + 0 to -2.8 വരെയുള്ള ഏരിയ എന്ന് വരും. ഓക്കെ, നെഗറ്റീവ് ആകുമ്പോഴും എല്ലാം ചെയ്യാൻ പറ്റും, ഈസി ആയി ചെയ്യാൻ പറ്റും. ഓക്കെ.